അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദനായ ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് അവറുകളെ, ഈ മഹത്തായ സംഗമത്തിൽ സമ്മേളിച്ചിരിക്കുന്ന സാദാത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷംഗങ്ങളായ അഭിവന്ദരായ ഗുരുവര്യന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി വമ്പിച്ച വിജയപ്രദമാക്കി അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ തൗഫീഖിനെ നാം ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് പ്രവർത്തിച്ച സംഘാടക സമിതിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നതോടൊപ്പം അള്ളാഹു അവർക്കെല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമയത്തിന്റെ കുറവ് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ അഭിവന്ദ്യനായ പ്രസിഡന്റ് മഹാനായ PKP അബ്ദുസ്സലാം മുസ്ലിയാർ അവറുകൾ ഈ സംഗമത്തിൽ സമ്മേളിക്കേണ്ടതായിരുന്നുവെങ്കിലും മഹാനവറുകൾ ദേഹാസ്വസ്ഥ്യം കാരണം കണ്ണൂരിൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രോഗവിവരത്തെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് കിട്ടുകയുണ്ടായി. മഹാനവറുകൾ നല്ല ക്ഷീണിതനായിട്ട് വളരെ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ സംഗമത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് മഹാനവറുകളുടെ മകൻ അബ്ദുൽ ബാക്കി ഇപ്പോൾ ഫോൺ വഴി നമ്മെ അറിയിച്ചിരിക്കുകയാണ്. റഹ്മുർ-റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് മഹാനായ PKP ഉസ്താദിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശമനമാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇനിയും സമസ്തയുടെ വീതിയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഒട്ടേറെ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമ്മേളനങ്ങളെല്ലാം തന്നെ ഈ സമുദായത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലപ്രസക്തിയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത 90-ാം വാർഷികം ആഘോഷിക്കുന്നത്. അഥവാ ആദർശ വിശുദ്ധിയുടെ 100 വർഷം എന്ന പ്രമേയമാണ് ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രമേയം ബഹുമാനപ്പെട്ട ഉസ്താദുമാർ തെരഞ്ഞെടുത്തത് ഇന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിനെ സംബന്ധിച്ചും ആഗോളതലത്തിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാനും IS-കാരുടെയും ഏതാനും ഭീകരവാദികളുടെയും മതമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവർക്ക് വായടപ്പൻ മറുപടി നൽകുന്ന വിധത്തിൽ ഈ ആഗോളതലത്തിലുള്ള തെറ്റിദ്ധാരണ നീക്കുന്നതിന് വേണ്ടിയാണ് ആദർശ ശുദ്ധിയുള്ള ലക്ഷങ്ങൾ ഇവിടെയുണ്ട്. ആ ലക്ഷങ്ങളാണ് ഈ ഇസ്ലാമിന്റെ മക്കൾ. അല്ലാതെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾ എന്തെങ്കിലും പുലമ്പുന്നത് വിശുദ്ധ ഇസ്ലാമല്ല. വിശുദ്ധ ഇസ്ലാമിലെ ആദർശ ശുദ്ധിയുള്ള 30 ലക്ഷം ജനങ്ങളെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആലപ്പുഴയിൽ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം, ഈ ലോകത്തിന് തെളിയിച്ചു കൊടുക്കണം. ഒരു ആദർശ ശുദ്ധിയുടെ സമൂഹം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ ആദർശ ശുദ്ധിയുള്ള സമൂഹത്തെ ഒരാൾക്കും തന്നെ തകർക്കാൻ സാധ്യമല്ല, ഏതൊരു പണച്ചാക്കിനും തകർക്കാൻ സാധ്യമല്ല എന്ന് ശക്തമായി ഉദ്ഘോഷിക്കുകയും അത് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംഗമമാണ് വിശുദ്ധമാക്കപ്പെട്ട സമസ്തയുടെ 90-ാം വാർഷികം ആലപ്പുഴയിൽ ഇൻഷാ അല്ലാഹ് 2016 ഫെബ്രുവരി 11, 12, 13, 14 തീയതികളിലായി അരങ്ങേറുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം സമുദായം ഒരു ആദർശ ശുദ്ധിയുടെ വക്താക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തമ സൃഷ്ടികളായ മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വ്യക്തമായ ആദർശത്തോടുകൂടിയാണ്. ആ ആദർശ ശുദ്ധിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ സഹാബത്തിന്റെ വഴിയാണ് വിശുദ്ധമായ ആദർശ ശുദ്ധി ഈ കേരളക്കരയിലേക്കും ഇന്ത്യ രാജ്യത്തിലേക്കും വന്നിരിക്കുന്നത്. ആ ആദർശ ശുദ്ധി കെടാതെ കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിന്റെ ദുനിയാവിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്ത് പ്രസംഗിക്കുന്നവരുണ്ട്. സുന്നത്ത് ജമാഅത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളാക്കി ഞെളിയുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ
അവിടത്തേക്ക് വരെ ആ ആദർശത്തിന്റെ വിശുദ്ധിയില്ലാതെ തമ്മാടിത്തരങ്ങൾ പറയാനും അനാവശ്യങ്ങൾ പറയാനും മുന്നോട്ട് വന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയുടെ സ്ഥാനത്ത് ഏതോ ഒരു കണ്ണാച്ചിയുടെ മുടി കൊണ്ടുവന്നുകൊണ്ട് ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ, ബഹുമാനത്തെ, പ്രവാചക സ്നേഹത്തെ തകർക്കാൻ മുന്നോട്ട് വന്നവർക്ക് എന്ത് സുന്നത്ത് ജമാഅത്താണ് പറയാനുള്ളത്? എന്ത് ആദർശമാണ് പറയാനുള്ളത്? ഈ ആദർശ ശുദ്ധി കാത്തുസൂക്ഷിച്ചത് ബഹുമാനപ്പെട്ട സമസ്തയാണ്. സമസ്ത അന്ന് പറഞ്ഞത് മഹാന്മാരായ ബഹുമാനപ്പെട്ട സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയെ ആദരിച്ചിട്ടുണ്ട്. ആദരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അതിന്റെ ആദരവിന്റെ ഒന്നാമത്തെ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് ഉറപ്പുവരുത്തുകയാണ്. അതിന്റെ ഒന്നാമത്തെ ഭാഗം തന്നെയാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടി, താബിഈങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി. താബിഈങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കിട്ടിയപ്പോൾ അതിന്റെ സനദ് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സനദ് പ്രകാരമാണ് ആ മുടി അവർ സൂക്ഷിക്കുകയും ആ മുടിയിൽ നിന്ന് ബറക്കത്ത് അവരെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സനദ് സൂക്ഷിക്കുകയും അതിന്റെ വിശ്വാസ്യത നിലനിർത്തുകയും ചെയ്യുന്ന വിധത്തിൽ മാത്രമേ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ ആദർശ ശുദ്ധിയുടെ ഭാഗമായി സമൂഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സമൂഹത്തിന് യഥാർത്ഥ ആദർശ ശുദ്ധി ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ ആദർശ ശുദ്ധിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആലപ്പുഴയിൽ വെച്ച് കാണാൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് നമുക്കൊരു ഇബാദത്താണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മുഖം സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഭാഗവാക്കാകുന്നു എന്നത് നമുക്ക് കിട്ടുന്ന ഇസ്ലാമിന് വേണ്ടി നാം ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായതുകൊണ്ട് തന്നെ ആ സേവനത്തിൽ നിങ്ങൾ പങ്കുചേരാൻ നിങ്ങളെല്ലാവരും തന്നെ ബഹുമാനപ്പെട്ട സമസ്തയുടെ 90-ാം വാർഷികം നടക്കുന്ന ആലപ്പുഴയിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനൊരു ഉദ്ഘാടന സമ്മേളനം മഹാന്മാരായ നേതാക്കൾ സംഘടിപ്പിക്കുകയും അതുവഴി നിങ്ങളെ വളരെ ഔദ്യോഗികത്തോടുകൂടി നിങ്ങളെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കാൻ തന്നെയാണ് ഈ സമ്മേളനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സജീവ സാന്നിധ്യമുണ്ടാവുകയും ആ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കണമെന്ന് മഹത്തായ ആ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്ന് പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ സമ്മേളനം വമ്പിച്ച് വിജയപ്രദമാക്കാൻ ഇനിയും നിങ്ങളുടെ സജീവ സഹകരണം ഉണ്ടാവേണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും ദുആ കൊണ്ട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദർശശുദ്ധി കാത്തുസൂക്ഷിച്ച ബഹുമാനപ്പെട്ട സമസ്തയെ അംഗീകരിക്കുകയും അതിന്റെ സമാപന സമ്മേളനമായ ആലപ്പുഴയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടുകയും ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആശംസാ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന കൊയ്യോട് ഉമർ ഉസ്താദ് അവർക്ക് 1000 കൃതജ്ഞതകൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ನಮ್ಮ ಸಮ್ಮೇಳನ ನಡೆಯದಂತೆ ಮಾಡಲು ಕುತಂತ್ರ ನಡೆಸಿದವರನ್ನು ನಾವು ಗುರುತಿಸಿಕೊಂಡಿದ್ದೇವೆ. ನಾವು ನಂಬಿದವರಿಂದಲೇ ತೊಂದರೆಗಳನ್ನು ಅನುಭವಿಸಿ ಕಾಡಿ ಬೇಡಿ ಸಿಕ್ಕಿದ ಸಮಯ 9ರ ತನಕ ಮಾತ್ರವಾಗಿರುತ್ತದೆ. ಅದರೊಳಗೆ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯಗೊಳ್ಳಲಿದೆ ഇൻഷാ അല്ലാഹ്. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന